അവളുടെ അല്ല, നിന്റെ സ്വഭാവം അവൾക്ക് ഇഷ്ടപ്പെട്ടോന്ന്. ഒരു മാറ്റമില്ലല്ലേ. എന്തായാലും ചിലരെ പോലെ മനസ്സിലാക്കാൻ പറ്റാത്ത സ്വഭാവമൊന്നും അല്ലല്ലോ എന്റേത്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. അത്ഭുതം തന്നെ. അല്ല, നിന്റെ കെട്ടിയവനെ പറ്റിയൊന്നും പറഞ്ഞില്ല. കെട്ടിയന്റെ അന്ന് തന്നെ ഗൾഫിൽ പോയോ? ഞാൻ അല്ലെങ്കിലേ മിസ് ചെയ്തിരിക്കുവായിരുന്നു. ഞാൻ വെച്ചാ മരിക്കും. അതെനിക്ക് നീയായിട്ട് റിലേഷൻ ആയപ്പോഴാ മനസ്സിലായതാ, കുറച്ചാലും കൂടെ പോയാൽ മരിക്കുമെന്ന്. എടാ അതല്ലടാ, ഞാൻ വെച്ച പുള്ളിക്ക് ജീവനാ. സാധാരണ ആള് ജീവൻ പോണ്ടാണല്ലോ. എടാ ഒരു കല്യാണം കഴിഞ്ഞാൽ ആദ്യം എന്തോ വേണ്ടേന്നറിയോ? ഫസ്റ്റ് നൈറ്റ്. അന്നൊന്നുമല്ല, ഒരു ചിന്ത തന്നെ. എടാ പൊട്ട അണ്ടർസ്റ്റാൻഡിങ്. ഓ ഐ അണ്ടർസ്റ്റാൻഡ്. അല്ല, ഞാനുമായിട്ട് പ്രേമത്തിലായിരുന്നപ്പോ ഈ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും കണ്ടില്ലല്ലോ. അത് നിനക്ക് ഇല്ലാത്തത് കൊണ്ടാ പൊട്ടിയത്. അപമാനം. ആലീസ്, ഒരു മിനിറ്റ് പറ കുഞ്ഞേ. എവിടെ സ്റ്റെപ്പിന്ന് ഇറങ്ങിയപ്പോഴോ? നിന്റെ ഡാഡി എടുത്ത് പറഞ്ഞേരം ഞാൻ വരുമ്പോ ആ സ്റ്റെപ്പ് ഇടിച്ച് പൊട്ടിച്ച് കളയൊന്ന് കേട്ടെ. അത് പറയണോ കുഞ്ഞേ? ഞാൻ വാങ്ങിച്ചോണ്ട് വരത്തില്ലേ. സംസാരമൊന്നുമില്ലേ? പണ്ടത്തെ പോലെ ഉമ്മടുപ്പ് മാത്രമേ ഉള്ളൂ എപ്പോഴും. ചിലരെ മനസ്സിലാക്കി കൊടുക്കാൻ വാക്കുകൾ വേണ്ട, ജസ്റ്റ് മതി. ശരിയാ, ഞാനും മിസ് ചെയ്യുന്നു. ആണോ? കല്യാണം ഉറപ്പിച്ചേ ഉള്ളൂ. വേണേ ഒരു അവിധത്തിൽ ഞാൻ റെഡിയാ. അയ്യേ പോടാ, നിന്നെ അല്ല മഹേഷ് ഏട്ടന്. എന്നിട്ട് പുള്ളി എവിടെ? പുള്ളി ഇന്ന് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിട്ട് US പോയേക്കുക. ഇനി 1 വീക്ക് കഴിഞ്ഞേ വരുള്ളൂ. ഒരാഴ്ചയെങ്കിലും അയാള് സമാധാനത്തോടെ ജീവിക്കട്ടെ. ആൻഡ് യു നോ, ഐ ഡോണ്ട് നോ, ഹി ഈസ് സച്ച് എ ജെന്റിൽമാൻ. എന്തൊരു കെയറിംഗ് ആണെന്നറിയോ എന്നെ? സംശയം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നിന്നെയൊക്കെ സംശയിക്കേണ്ടതാ. ശരിയെന്നാ, കല്യാണ പന്തല് മന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെന്റിൽമാനുമായിട്ടങ്ങ് പോരെ. അല്ല വെള്ളം കുടിച്ചിട്ട്. അയ്യോ വേണ്ട, കൊറേ കുടിപ്പിച്ചല്ലേ ബോട്ട്.